അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 1 വെള്ളിയാഴ്ച. ഇന്ന് മെയ് ദിനം. ഡെയിലി ന്യൂസിന്റെ മെയ് ദിനാശംസകൾ. ഇന്ന് സായന വാർത്തകൾക്ക് അവധി. അധ്യാപക യോഗ്യതാ പരീക്ഷയായ ടെറ്റ്, KTET സുപ്രീംകോടതി വിധിക്കെതിരെ സമർപ്പിക്കപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ തുറന്ന കോടതിയിൽ വാദം കേൾക്കാമെന്ന് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസിന്റെ അനുമതിക്ക് വിധേയമായി മെയ് 13 ഉച്ചയ്ക്ക് 2 പുനഃപരിശോധനാ ഹർജികളിൽ വാദം കേൾക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിഷേധിച്ച പോസ്റ്റൽ ബാലറ്റ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സർക്കാർ ജീവനക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. വോട്ടെണ്ണലിന് തൊട്ടു മുൻപായി വോട്ട് ചെയ്യുന്നത് പ്രായോഗികമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തള്ളിയത്. 20,000 പേർക്ക് തപാൽ വോട്ട് നിഷേധിച്ചെന്ന് ചൂണ്ടിക്കാട്ടി NGO യൂണിയൻ ഉൾപ്പെടെയുള്ളവരാണ് കോടതിയെ സമീപിച്ചിരുന്നത്. കുംഭമേള വൈറൽ താരം മണിപ്പൂർ ഡയറി എന്ന സിനിമയുടെ സംവിധായകൻ സനോജ് മിശ്ര മോശമായി പെരുമാറിയെന്ന് കോടതിയിൽ രഹസ്യമൊഴി നൽകി. VHP നേതാവ് അനിൽ വിളയിൽ തനിക്കെതിരെ നുണപ്രചാരണം നടത്തിയെന്നും മൊഴി നൽകി. ഇക്കാര്യങ്ങൾ ആരോപിച്ച പെൺകുട്ടി എറണാകുളം സെൻട്രൽ പോലീസിൽ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു. ഈ കേസിലാണ് എറണാകുളം CJM കോടതിയിലെത്തി പെൺകുട്ടി രഹസ്യമൊഴി നൽകിയത്. കേരളത്തിൽ 75-ലധികം സീറ്റുകൾ UDFന് കിട്ടുമെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ. എക്സിറ്റ് പോളുകളുടെ ആരാധകനല്ലെന്നും സാമ്പിളുകൾ സ്വീകരിക്കുന്ന രീതി ശാസ്ത്രീയമല്ലെന്നും ശശി തരൂർ പറഞ്ഞു. കാലടി സംസ്കൃത സർവകലാശാല പരീക്ഷാ കൺട്രോളറും സീനിയർ പബ്ലിക്കേഷൻസ് ഓഫീസറുമായിരുന്ന ഡോക്ടർ ലിസി മാത്യു വിരമിക്കുന്ന ദിവസം അഴിമതികൾക്കെതിരെ കുറ്റപത്രവുമായി വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ്. ചട്ടമ്പി സ്വാമികളുടെ ജീവചരിത്ര ഗ്രന്ഥം അനുമതിയില്ലാതെ സ്വകാര്യ പ്രസിൽ അച്ചടിപ്പിച്ചു. തോറ്റ വിദ്യാർത്ഥിയെ വിജയിപ്പിച്ചു എന്നീ വിഷയത്തിലാണ് ലിസി മാത്യുവിന് VC കുറ്റപത്രം സമർപ്പിച്ചത്. VC ദ്രോഹിക്കുന്നുവെന്നാരോപിച്ച് സർവകലാശാലയിലെ ഇടത് അധ്യാപക സംഘടന പ്രതിഷേധം സംഘടിപ്പിച്ചു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള ടൌൺഷിപ്പിൽ 19 വീടുകൾ കൂടി കൈമാറി. 3ാം ഘട്ട പരിശോധനയ്ക്ക് ശേഷമാണ് താക്കോലുകൾ ഗുണഭോക്താക്കൾക്ക് നൽകിയത്. എന്നാൽ 178 വീടുകളും താമസയോഗ്യമായ ശേഷം മാത്രമേ താമസം ആരംഭിക്കൂ. വട്ടിയൂർക്കാവ് സ്റ്റേഷൻ ഉപരോധ കേസിലെ പ്രതികളായ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഉൾപ്പെടെയുള്ളവർ മൊഴി രേഖപ്പെടുത്താൻ ഹാജരായില്ല. സംഘർഷത്തിന് കാരണക്കാരായ പോലീസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനാൽ ഹാജരാകുന്നില്ലെന്ന് പ്രതികളായ 3 കൌൺസിലർമാർ രേഖാമൂലം പോലീസിന് മറുപടി നൽകി. കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിലെ സൈറൻ മുഴക്കുന്നത് നിർത്തിയ ഹൈക്കോടതി വിധിയിൽ സുപ്രീംകോടതിയുടെ നോട്ടീസ്. 135 വർഷമായി നിലനിൽക്കുന്ന സൈറൻ മുഴക്കൽ തുടരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് കണ്ണൂർ കോർപ്പറേഷൻ സുപ്രീംകോടതിയെ സമീപിച്ചത്. 2ാം പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ വാദം കേൾക്കുന്നത് തിരുവനന്തപുരം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മെയ് 14 മാറ്റി. രാഹുലിന്റെ സുഹൃത്ത് പരാതിക്കാരിയുടെ കാപട്യം തുറന്നു കാണിക്കുകയാണെന്നാരോപിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച വിവരങ്ങൾ രാഹുലിന്റെ അറിവോടെയാണെന്നും ജാമ്യവ്യവസ്ഥയുടെ ലംഘനമാണിതെന്നും ആരോപിച്ചാണ് പോലീസ് ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. കാണാതായ കോട്ടയം സ്വദേശികളായ സഹോദരിമാരെ കന്യാകുമാരി കടൽ മേഖലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അമേരിക്കയിൽ താമസിക്കുന്ന കോട്ടയം കിടങ്ങൂർ കുരിക്കാട്ടിൽ സ്വദേശികളായ ആൻ ഫിലിപ്പ്, ഇളയ സഹോദരി മീര ഫിലിപ്പ് എന്നിവരാണ് മരിച്ചത്. ഏതാനും ദിവസം മുൻപ് നാട്ടിലെത്തിയ ഇവർ രാമേശ്വരം, മധുര തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച് 26 വൈകുന്നേരമാണ് കന്യാകുമാരിയിലെത്തിയത്. കേരളത്തിൽ തൂക്ക് സഭയ്ക്ക് സാധ്യതയെന്ന് ടുഡേയ്സ് ചാണക്യയുടെ എക്സിറ്റ് പോൾ പ്രവചനം.
UDFും LDFും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്നാണ് ടുഡേയ്സ് ചാണക്യ പറയുന്നത്. ബംഗളൂരു BTL നഴ്സിംഗ് കോളേജിൽ മലയാളി വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പരാതിയുമായി കുടുംബം. 2ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥി തിരുവനന്തപുരം അരുവിക്കര സ്വദേശി ആദിത്യന്റെ മരണത്തിലാണ് കുടുംബം ദുരൂഹത ആരോപിക്കുന്നത്. കേരളത്തിൽ ഏപ്രിൽ മാസത്തിൽ 63% മഴക്കുറവ്. ഏപ്രിൽ മാസത്തിൽ സാധാരണ ലഭിക്കേണ്ടത് 106 മില്ലിമീറ്റർ മഴയാണ്. എന്നാൽ ഇത്തവണ ലഭിച്ചത് 37 mm മഴ മാത്രമാണ്. മാർച്ച് മാസത്തിൽ 15% അധിക മഴ ലഭിച്ചെങ്കിലും കൂടുതൽ വേനൽ മഴ ലഭിക്കേണ്ട ഏപ്രിൽ മാസത്തിൽ 63% കുറവ് ലഭിച്ചതാണ് മൊത്തത്തിൽ മഴ കുറയാൻ കാരണം. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ കുടുംബത്തിന് CPM നിർമ്മിച്ചു നൽകുന്ന വീടിന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തറക്കല്ലിട്ടു. 2 ഏരിയ കമ്മിറ്റികളുടെ സഹകരണത്തോടെ 2 നില വീടാണ് പണിയുന്നത്. തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ച ആൽജോയുടെ മൂത്ത സഹോദരൻ അനോഷിനെ ഡിസ്ചാർജ് ചെയ്തു. തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായി അനോഷ് പറഞ്ഞു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ പാർലമെന്റ് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള നിയമിച്ചു. 2026-27 വർഷത്തേക്കാണ് നിയമനം. 15 ലോക്സഭാ എംപിമാരും 7 രാജ്യസഭാ എംപിമാരുമടക്കം 22 അംഗങ്ങളാണ് കമ്മിറ്റിയിലുള്ളത്. പശ്ചിമബംഗാളിൽ സ്ട്രോങ് റൂമിന് മുന്നിൽ പ്രതിഷേധവുമായി തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ. കൊൽക്കത്ത ഇൻഡോർ സ്റ്റേഡിയത്തിലെ സ്ട്രോങ് റൂമിലുള്ള ബാലറ്റ് ബോക്സുകൾ അനധികൃതമായി തുറക്കാൻ ശ്രമിച്ചെന്നാരോപിച്ചാണ് പ്രതിഷേധിച്ചത്. സ്ട്രോങ് റൂമിന് പുറത്തെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് അട്ടിമറിക്കുന്നെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. സംഭവമറിഞ്ഞ മുഖ്യമന്ത്രി മമതാ ബാനർജിയും മന്ത്രിമാരുമെത്തി. എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നത് BJPയുടെ ഓഫീസിൽ നിന്നാണെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ബംഗാളിൽ 226-ലധികം സീറ്റുകൾ നേടി തൃണമൂൽ കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കുമെന്ന് മമതാ ബാനർജി പറഞ്ഞു. തെലങ്കാനയിൽ മുൻ മുഖ്യമന്ത്രി K ചന്ദ്രശേഖര റാവുവിന്റെ മകൾ K കവിത പ്രഖ്യാപിച്ച പുതിയ പാർട്ടിക്ക് തെലങ്കാന രക്ഷണ സേന എന്ന പേര് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു. ചന്ദ്രശേഖര റാവുവിന്റെ ഭാരത രാഷ്ട്ര സമിതിയുമായി തെറ്റിപ്പിരിഞ്ഞ് ഇക്കഴിഞ്ഞ 25-ാം തീയതി പ്രഖ്യാപിച്ച പാർട്ടിയാണ് ഇത്. ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് വന്ദേ ഭാരത് ട്രെയിൻ. ആദ്യ സർവീസ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് തുടങ്ങിയവർ പങ്കെടുത്തു. തമിഴ്നാട്ടിലെ നങ്കനല്ലൂരിലും അണ്ണാനഗറിലും സിൽക്ക് സാരി കടകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇൻസ്റ്റഗ്രാമിൽ 3 ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള ഇൻഫ്ലുവൻസറായ നാഗലക്ഷ്മി ചെന്നൈയിലെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ. ഭർത്താവിനെ മൃതദേഹത്തിനരികിൽ ആത്മഹത്യ ചെയ്ത നിലയിലും കണ്ടെത്തി. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോഫിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ബംഗളൂരുവിൽ കനത്ത മഴയിൽ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണ് മരിച്ചവരുടെ ആശ്രിതർക്ക് 5 ലക്ഷം രൂപയുടെ സഹായധനം പ്രഖ്യാപിച്ച് കർണാടക മന്ത്രി സമീർ അഹമ്മദ് ഖാൻ. മെയ് 5-ന് മരിച്ചവരുടെ വീടുകളിൽ നേരിട്ടെത്തി പണം കൈമാറുമെന്ന് മന്ത്രി അറിയിച്ചു. പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ വീതവും നൽകും. പരിക്കേറ്റവരുടെ കേരളത്തിലെ ചെലവും വഹിക്കും. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സഹായത്തിന് പുറമെയാണ് സമീർ അഹമ്മദ് ഖാന്റെ പ്രഖ്യാപനം. മധ്യപ്രദേശിലെ ധാർ ജില്ലയിലുണ്ടായ വാഹനാപകടത്തിൽ 15 പേർ മരിച്ചു. ധാറിലെ ചിക്ലിയ ക്രോസിംഗിന് സമീപം തൊഴിലാളികളുമായി സഞ്ചരിച്ച പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് അപകടമുണ്ടായത്. അപകടത്തിൽ പരിക്കേറ്റ 13 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവരിൽ 6 പേരുടെ നില അതീവ ഗുരുതരമാണ്. ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാര്യയ്ക്ക് 3 പാസ്പോർട്ടുണ്ടെന്ന ആരോപണത്തിൽ എടുത്ത കേസിൽ കോൺഗ്രസ് വക്താവ് പവൻ ഖേരയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച സുപ്രീംകോടതി ഉത്തരവ് പറയാൻ മാറ്റി. ഖേരയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന പോലീസ് വാദത്തെ പവൻ ഖേരയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി എതിർത്തു. പവൻ ഖേരയെ മരണം വരെ ജയിലിലിടുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതടക്കമുള്ള ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അമേരിക്ക ദയനീയമായി പരാജയപ്പെട്ടെന്ന് ഇറാൻ പരമോന്നത നേതാവിന്റെ സന്ദേശം. ഹോർമുസിലും പേർഷ്യൻ ഗൾഫിലും ഇറാൻ പുതിയ അധ്യായം തുറക്കുന്നുവെന്നും മൊജ്തബ ഖമനേയി അവകാശപ്പെട്ടു. മേഖലയിൽ അമേരിക്കൻ സാമ്രാജ്യത്വം ദയനീയമായി പരാജയപ്പെട്ടെന്നും
അമേരിക്കയുടെ ചൂഷണം സമ്പൂർണ്ണമായി അവസാനിപ്പിക്കുമെന്നും മുജ്തഫ ഖമനേയി പറഞ്ഞു. 3 രാജ്യങ്ങളിലേക്കുള്ള യാത്രാവിലക്ക് ഏർപ്പെടുത്തി UAE. ഇറാൻ, ലബനൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്ര പാടില്ലെന്ന് UAE പൌരന്മാർക്ക് നിർദ്ദേശം നൽകി. ഈ രാജ്യങ്ങളിലുള്ള പൌരന്മാർ ഉടൻ തന്നെ UAEയിലേക്ക് തിരികെ മടങ്ങണമെന്നും UAE. ഹോർമൂസ് കടലിടുക്കിലടക്കം അമേരിക്ക തുടരുന്ന ഉപരോധം അവസാനിപ്പിക്കണമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. നാവിക ഉപരോധം തുടരുന്നത് ക്ഷമിക്കാൻ ഇറാന് കഴിയില്ലെന്നും മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. നേപ്പാളിലെ ജൽജാലയിൽ വൈശാഖ പൂർണിമ ഉത്സവത്തിന് പോയ തീർത്ഥാടകർ സഞ്ചരിച്ച ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് 17 പേർ മരിച്ചു. ജീപ്പ് 700 മീറ്ററോളം താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. അമേരിക്കൻ ബാങ്കിംഗ് സ്ഥാപനമായ JP മോർഗൻ ചേസിലെ മുതിർന്ന ഉദ്യോഗസ്ഥയ്ക്കെതിരെ ജീവനക്കാരന്റെ ലൈംഗിക അതിക്രമ പരാതി. JP മോർഗൻ ചേസിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ലോർണ ഹജ്ദിനിക്കെതിരെയാണ് സഹപ്രവർത്തകൻ പരാതിയുമായി കോടതിയെ സമീപിച്ചത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ 156 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് 15.5 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. 18 പന്തിൽ 43 റൺസ് നേടിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ് ഗുജറാത്തിന്റെ ടോപ്പ് സ്കോറർ. ജോസ് ബട്ട്ലർ 19 പന്തിൽ 39 റൺസെടുത്തു. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനെത്തിയ ബംഗളൂരു 19.2 ഓവറിൽ 155-ന് എല്ലാവരും പുറത്താവുകയായിരുന്നു. IPL മത്സരത്തിനിടെ ഡ്രസ്സിംഗ് റൂമിലിരുന്ന് ഇലക്ട്രോണിക് സിഗരറ്റ് ഉപയോഗിച്ച രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ റിയാൻ പരാഗിന് BCCI കനത്ത പിഴ ചുമത്തി. മാച്ച് ഫീയുടെ 25% പിഴയായി നൽകേണ്ടത്. 28-ന് മുള്ളൻപൂരിൽ പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിന്റെ 2ാം ഇന്നിംഗ്സിനിടെയാണ് സംഭവം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.